വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. എൻചാൻഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഈ ക്ലാസ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ 10ാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇന്ന് എടുത്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ജീവശാസ്ത്രം, ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ഇത് വളരെയധികം ഉപയോഗപ്പെടും. പിന്നെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ എടുത്ത് തീർന്നു കാണുമായിരിക്കും, ചിലപ്പോൾ എടുത്തോണ്ടിരിക്കുകയായിരിക്കും. എന്ത് ചെയ്യുക, അത് പഠിക്കുന്നു, അവിടെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ്സും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവും, നല്ല മനസ്സിലാവും. അപ്പൊ തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ബയോളജിയാണ്, ഒത്തിരി പഠിക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെ ക്ലാസ് ഇരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം മക്കളെ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയിൽ ഒരു പാഠമാണ് അല്ലെ. ഏതാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന പാഠമാണ്. അപ്പൊ നോക്കിയ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ, ജീവന്റെ ജനിതകം എന്നൊരു പാഠമാണ്. അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു നൊബൽ സമ്മാനത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ നൊബൽ പ്രൈസിനെ കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്ക്, നോബൽ പ്രൈസ് കെമിസ്ട്രിക്ക് കൊടുത്തത്, ഇത് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. ഇവിടെ ശ്രദ്ധിച്ചേ, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊന്ന് നോക്കിയേ. അതായത് കെമിസ്ട്രിക്ക് നൊബൽ പ്രൈസ് കൊടുത്തു. എപ്പോഴാണ്? 2020 കെമിസ്ട്രിക്ക് നൊബൽ പ്രൈസ് കൊടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് നൊബൽ പ്രൈസ് കൊടുത്തത്? ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന അതിന്റെ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്തത്. അത് എങ്ങനെയാണ് ജീൻ എഡിറ്റിംഗ്, ആ ഒരു ജീൻ എഡിറ്റിംഗ് സംവിധാനം ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞർക്കാണ്, അവർക്കാണ് എന്ത് ചെയ്തത്? നൊബൽ പ്രൈസ് 2020 കെമിസ്ട്രിക്ക് കൊടുത്തത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നൊബൽ പ്രൈസ് ഷെയർ ചെയ്ത 2 സയന്റിസ്റ്റിന്റെ പേരാണ് ഇമാനുവൽ ചാർപ്പന്റിയറും ജെന്നിഫർ എ ഡോഡ്നെയും. അപ്പൊ അവര് ജെനറ്റിക് എഡിറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ അവരെ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ 2 പേർക്കും കെമിസ്ട്രിക്ക് നൊബൽ പ്രൈസ് കൊടുത്തത്. എന്താണ് അവരുടെ പേരുകൾ നോക്കിക്കുക? ഇമാനുവൽ ചാർപ്പന്റിയറും ജെന്നിഫർ എ ഡോഡ്നെ. കിട്ടിയോ മക്കളെ? ഇനി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എന്തിനാണ് ഇവർക്ക് ഈ അവാർഡ് കൊടുത്തത്? ഈ അവാർഡ് കൊടുത്തത് ഒരു ഡിസ്കവറിക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ഡിസ്കവറിയാണ് നടത്തത്? ഇറ്റ് വാസ് ഗിവൺ ഫോർ ദ ഡിസ്കവറി ഓഫ് എ ടെക്നോളജി കോൾഡ് CRISPR-Cas9 അല്ലെ. CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡിസ്കവർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ നൊബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ ആ CRISPR-Cas9 എന്ന ടെക്നോളജി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ ജീൻ എഡിറ്റിംഗ് പ്രോസസ്. അതൊരു ജീൻ എഡിറ്റിംഗ് പ്രോസസ് ആണ്. എന്താണ് ജീൻ എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ജീനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് DNA-ക്ക് അകത്ത് ഇരിക്കുന്നതാണ് ജീന്, നമുക്കെല്ലാം അറിയാം, പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിലേക്ക്. അപ്പൊ എന്താണ്? ഈ ജീനിന് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള, നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് DNA-ക്കകത്തുള്ള ജീനിന് വരുത്താൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത് വിളിക്കുന്നത്? CRISPR-Cas9 ടെക്നോളജി എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് കിട്ടിയോ? ജീൻ എഡിറ്റിംഗ് പ്രോസസ് ആണ് ഇത് CRISPR-Cas9 എന്ന് പറയുന്നത്. It can bring desirable change in genes of DNA. അത്രയും ക്ലിയർ ആണ് മക്കളെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ് കൊണ്ട് എന്ത് ഉപയോഗമാണ് നമുക്കുള്ളത്? അപ്പൊ അവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഈ ഡിസ്കവറി കൊണ്ട് നമുക്ക് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ്, വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എവിടെ വരുത്താൻ സാധിക്കും? ജനറ്റിക് ഡിസീസ് തെറാപ്പിയിലും ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. അപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലും ജനറ്റിക് ഡിസീസ് തെറാപ്പി, ജനറ്റിക് ഡിസീസിന്റെ അവിടെയും നമ്മൾ ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. തെറാപ്പി മീൻസ് അതിന്റെ ചികിത്സ. ആ ഒരു ചികിത്സയ്ക്കും എന്ത് ഉപയോഗപ്പെടുത്താം? ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്താം. അപ്പൊ അവിടെ മനസ്സിലാക്കുക, ജീൻ എഡിറ്റിംഗ് പ്രോസസ് എന്ന ടെക്നോളജി ഡിസ്കവർ ചെയ്യുന്ന ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ എവിടെ ഏതൊക്കെ ഫീൽഡിൽ ഉണ്ടാകുന്നു, ആ ജനറ്റിക് ഡിസീസ് തെറാപ്പിയിലും അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിലും ഈ ഒരു പ്രോസസ് ഉപയോഗപ്പെടുത്താം. 2 മനസ്സിലാക്കേണ്ടത്, ഇത് എവിടെയും ഉപയോഗപ്പെടുത്താം. ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്. അതായത് പെസ്റ്റിനും ഡിസീസസിനും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് നിർമ്മിക്കാനും ക്രോപ്സ് എന്താണ് ഉത്പാദിപ്പിക്കാൻ അല്ലെ, ഡെവലപ്പ് ചെയ്യാനും ഏത് ടെക്നോളജി യൂസ് ചെയ്യാം? ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ് ടെക്നോളജി യൂസ് ചെയ്യാം. അപ്പൊ എന്റെ മക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഇവിടെ ജീൻ എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ഏതാണ്? ഇമാനുവൽ ചാർപ്പന്റിയറും ജെന്നിഫർ എ ഡോഡനെയാണ്. ഇവര് ഈ ഒരു ഡിസ്കവറിയുടെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്, അവിടെ മാറ്റം വരുത്തുന്നത്? അതായത് DNA-യിലെ ജീൻസിന് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഡിസ്കവറി ഏതൊക്കെ ഫീൽഡിലാണ്? ജനറ്റിക് ഡിസീസ് തെറാപ്പിയിലും ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിന് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ പെസ്റ്റ് ഓർ
ഡിസീസ് റെസിസ്റ്റന്റ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ മനസ്സിലാക്കി അല്ലെ? ജീവന്റെ ജനിതകം എന്ന പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി ജീൻ എഡിറ്റിംഗിന്റെ രീതി ശാസ്ത്രം, അതിന്റെ മെത്തഡോളജി അത് വികസിപ്പിച്ചതിനാണ് രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ ഇമാനുവൽ കാർപെന്റർ അതുപോലെ തന്നെ ജെന്നിഫർ എഡ്ഗന എന്നിവർ പങ്കിട്ടു. എന്താണ് ജെന്നിഫർ ജെന്നിഫർ എ ഡൗട്ട്നെയും അതുപോലെ ഇമാനുവൽ കാർപെന്ററിനുമാണ് ഈ പറയുന്ന ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 എന്താണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി ഇവിടെ എന്താണ് ഈ ജീൻ എഡിറ്റിംഗ് അതെന്ന് പറഞ്ഞാൽ DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. പുരസ്കാരം ലഭിച്ചത് എന്തിനാണ്? DNA ജീനുകൾക്ക് അഭിലഷണീയമായ മാറ്റം വരുത്തുന്നതിനായി ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക്, ആ ജീൻ എഡിറ്റിംഗ് പ്രക്രിയയുടെ പേരാണ് CRISPR-Cas9 എന്ന സാങ്കേതികവിദ്യ, അത് കണ്ടെത്തിയതിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞു. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗപ്പെടുത്താം? ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ ഇത് ഉപകരിക്കുമെന്ന് കണ്ടെത്തി. ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ പാരഗ്രാഫിൽ മനസ്സിലാക്കി പോകേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞു ജീനുകളിലെ അഭിലഷണീയമായ മാറ്റങ്ങൾ അല്ലെ, ജീനുകളിൽ ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ പറയുന്ന ടെക്നോളജി ജീൻ എഡിറ്റിംഗ് എന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഏത് ട്രീറ്റ്മെന്റ് ഒക്കെ ഈ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ജീൻ ഡിസൈറബിൾ ചേഞ്ചസ് വരുന്നത് അല്ലെ, ഇത് ജീൻ എവിടെ ഇരിക്കുന്നത്? DNA-യിലാണ്. അപ്പൊ DNA-യുടെ ഒരു സ്ട്രക്ചറും ജീനിന്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നതിന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ എന്തിനെ കുറിച്ച് മനസ്സിലാക്കി? DNA കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ DNA കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ കാര്യം നമുക്കും കൂടെ മനസ്സിലാക്കണ്ടേ? അപ്പൊ DNA എങ്ങനെയാണ്, DNA-യുടെ സ്ട്രക്ചർ എന്താണ് നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ അതിലൂടെ അത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഏതിന്റെ കോൺട്രിബ്യൂഷന് സഹായിക്കുള്ളൂ? ആ ജീൻ എഡിറ്റിംഗ് മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് DNA-യുടെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ സയന്റിസ്റ്റുകൾ ആദ്യം DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ജീനിൽ ഡിസേബിൾ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കൊണ്ട് സാധിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് ഇതിനിപ്പം സ്ട്രക്ചർ ഓഫ് DNA എന്ന് നോക്കിയാലോ? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ സെല്ലില് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. സെല്ലിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിന്റെ അകത്ത് ക്രോമസോം ഉണ്ട് അല്ലെ. ക്രോമസോംസിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ഇനി DNA-ക്ക് അകത്താണ് ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് മക്കളെ നമ്മൾ പറഞ്ഞത്? സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് എന്താണ്? സെല്ലിനുള്ളിൽ കാണുന്നതാണ് ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ക്രോമസോംസ് കാണുന്നു അല്ലെ. ഇനി ക്രോമസോംസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? DNA കാണപ്പെടുന്നു. DNA-ക്കുള്ളിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ച കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ നമ്മൾ ഈ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന DNA-ക്കാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ആ ജീനിനുള്ളിലിരിക്കുന്ന DNA-ക്കാണ് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമുക്ക് DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് ഒരു ഐഡിയ വേണം. അപ്പൊ നോക്കാം, ഇവിടെ DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് DNA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി, എവിടെയാണ് DNA ഇരിക്കുന്നതെന്ന് അറിയാം. ഇനി DNA ന്യൂക്ലിക് ആസിഡ് എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA-യുടെ ഫുൾ ഫോം നമുക്കറിയാം. എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA അല്ലെ. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ DNA-യുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും 1953-ലാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രസന്റ് ചെയ്തത്. എന്നാൽ 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് presented the double helix model of DNA. DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രസന്റ് ചെയ്തത് എന്നാണ് 1953-ലാണ്. ഏത് രണ്ട് വ്യക്തികളാണ്? ഈ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഈ രണ്ട് പോയിന്റ് കിട്ടിയോ? ഇനി നോക്കാം, ഇവർ ഈ ഒരു മോഡൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവര് DNA കുറിച്ച് സ്ട്രക്ചർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ള ഒരു സയന്റിസ്റ്റിനെ അവര് കണ്ടെത്തിയ ഒരു നിരീക്ഷണത്തിന് അതിന്റെ സഹായം തേടി. അപ്പൊ അതെന്താണെന്ന് നോക്കാം. They propose a structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin and Maurice Wilkins. അപ്പൊ മറ്റു രണ്ട് ശാസ്ത്രജ്ഞര് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി
ആ ഒരു സ്റ്റഡീസിന്റെ ബേസിസിലാണ് എന്ത് കണ്ടെത്തിയത്? DNA സ്ട്രക്ചർ ഈ രണ്ട് സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ DNA സ്ട്രക്ചർ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ആരാണ്? 1953 രണ്ട് ശാസ്ത്രജ്ഞരാണ്, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഇനി ഇവർ ഈ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് മറ്റു രണ്ട് സയന്റിസ്റ്റുകൾ നടത്തിയിരുന്നു. അവരാണ് റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസ്. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാക്കി പോയാലോ? ഇവിടെ നോക്കി നോക്കേ, നമ്മൾ മനസ്സിലാക്കി 1953 ജെയിംസ് വാട്സൺ എലോങ് വിത്ത് ഫ്രാൻസിസ് ക്രിക്ക്. അപ്പൊ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA ഡബിൾ ഹെലിക്സ് മോഡലിനെ പ്രസന്റ് ചെയ്തത്. അപ്പൊ DNA ഡബിൾ ഹെലിക്സ് മോഡലിനെ പ്രസന്റ് ചെയ്തപ്പോൾ അവര് വേറെ രണ്ട് സയന്റിസ്റ്റുകൾ നടത്തിയ ഒരു സ്റ്റഡിയെ ബേസ് ചെയ്താണ് അത് പ്രസന്റ് ചെയ്തത്. ആ രണ്ട് സയന്റിസ്റ്റുകൾ എന്ത് നടത്തി? എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് പ്രസന്റ് ചെയ്ത രണ്ട് സയന്റിസ്റ്റുകളാണ് റോസലാൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസ്. പറഞ്ഞ റോസലാൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസുമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. ഇവരുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ബേസിസിലാണ് ഈ പറയുന്ന ജെയിംസ് വാട്സണും അതുപോലെ ഫ്രാൻസിസ് ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് മോഡലിനെ പ്രസന്റ് ചെയ്തത്. ഇനി ഈ പറയുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി. ഈ സയന്റിസ്റ്റ് റോസലാൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസിനുമാണ് എന്താ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. അവരുടെ ആ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിൽ നിന്ന് അവരൊരു ഫേമസ് ഫോട്ടോ 51 എന്ന് പറയുന്ന സാധനം ഡിസ്കവർ ചെയ്തതാണ്. ഫേമസ് ഫോട്ടോ 51 അതൊരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ആയിരുന്നു. ആരുടെയാണ്? DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ആണ്. അതാണ് ഫോട്ടോ 51. അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഡിസ്കവർ ചെയ്തു. ഈ റോസലാൻഡ് ഫ്രാങ്ക്ലിൻ മൗറിസ് വിൽക്കിൻസും ചേർന്നിട്ട് നടത്തിയ ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ഡിസ്കവർ ചെയ്യപ്പെട്ടു. ബൈ റോസലാൻഡ് ഫ്രാങ്ക്ലിൻ. അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA അതായത് ഫേമസ് 51 ആണ് അറിയപ്പെടുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്ത ആരാണെന്ന് വെച്ചാൽ റോസലാൻഡ് ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. റോസലാൻഡ് ഫ്രാങ്ക്ലിൻ ആണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്തത്. ആ ഡിസ്കവറിയാണ് എന്തിനു സഹായിച്ചത്? DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രസന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ആ ഡിസ്കവറി നടത്തിയതിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഇതിന്റെ സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്തു. ആരൊക്കെയാണ് ചേർന്ന് പിന്നെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും പിന്നെ മൗറിസ് വിൽക്കിൻസിനും ചേർന്നാണ് ഇതിന്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് 1962 നൊബൽ പ്രൈസ് മെഡിസിൻ ലഭിക്കുകയുണ്ടായി. എന്തിനാണ്? ഫോർ ദ കോൺട്രിബ്യൂഷൻസ് ഓൺ ദ ഡിസ്കവറി ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. അപ്പൊ DNA ഡബിൾ ഹെലിക്സ് മോഡലിന് കോൺട്രിബ്യൂഷൻസ് കൊടുത്തത് കൊണ്ട് നൊബൽ പ്രൈസ് മെഡിസിന് 1962 ലഭിച്ച ശാസ്ത്രജ്ഞ സയന്റിസ്റ്റുകൾ ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അതിലെ മൗറിസ് വിൽക്കിൻസുമാണ് ഓർത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവും, മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയ മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയാ പറഞ്ഞേ. 1953 which were the two scientists who presented the double helix model of DNA double helix model പ്രസന്റ് ചെയ്ത രണ്ട് സയന്റിസ്റ്റ് 1953 പ്രസന്റ് ചെയ്ത രണ്ട് സയന്റിസ്റ്റ് ആരൊക്കെ പറഞ്ഞേ? വേഗം പറഞ്ഞേ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അല്ലെ. ഇനി മനസ്സിലാക്കിയ ഈ സ്ട്രക്ചർ DNA ഡബിൾ ഹെലിക്സ് മോഡലിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തപ്പോൾ വേറെ ഡിസ്കവറിയെ ബേസ് ചെയ്തിട്ടാണ് അത് പ്രപ്പോസ് ചെയ്തത് അല്ലെ. എന്തിന്റെ ഡിസ്കവറിയുടെ ബേസ് ചെയ്തിട്ടാണ്? അതൊരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിനെ ബേസ് ചെയ്താണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? റോസലാൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസുമാണ് ആ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. ഇതില് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ഡിസ്കവർ ചെയ്ത് ഡിസ്കവർ ചെയ്ത DNAയുടെ പേരാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ആണ് ഫോട്ടോ 51. എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫോട്ടോ 51 അല്ലെ. ആ ഫോട്ടോ 51 ഡിസ്കവർ ചെയ്ത ആരാണ്? റോസലാൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. പിന്നീട് 1962 നൊബൽ പ്രൈസ് ഫോർ മെഡിസിൻ ആർക്കൊക്കെ കൊടുക്കുന്നത്? നൊബൽ പ്രൈസ് ഫോർ മെഡിസിൻ ആർക്ക് കൊടുക്കുന്നത്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, അതുപോലെ തന്നെ മൗറിസ് വിൽക്കിൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കോൺട്രിബ്യൂഷൻസ് ടു ഡിസ്കവറി ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഇത്രയും കിട്ടിയോ മക്കളെ? ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് സ്ട്രക്ചർ ഓഫ് DNA ഹെഡിങ് ഇൻട്രൊഡക്ഷൻ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കി? നമ്മുടെ DNA സ്ട്രക്ചർ അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. ഈ DNA സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് ജീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ DNA ജീനൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് ആദ്യം മനസ്സിലാക്കി.
ആ സെല്ല് കോശത്തിനുള്ളില് മർമ്മത്തിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്രോമസോമുകൾ കാണപ്പെടുന്നത്. ക്രോമസോമിനുള്ളിലാണ് DNA കാണപ്പെടുന്നത്. DNAക്കുള്ളിലാണ് ഈ ജീനുകൾ കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ DNAയുടെ സ്ഥാനം മനസ്സിലാക്കി, ഇനി അതിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി. അപ്പൊ ആദ്യം എന്താ മനസ്സിലാക്കിയത്? 1953 1953 ഏതൊക്കെ ശാസ്ത്രജ്ഞർ ചേരാണ് DNAയുടെ ഡബിൾ ഹെലിക്സ് അല്ലെങ്കിൽ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്? DNAയുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചാരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്ന 1953. ഇനി നോക്കാം, റോസൽ ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNAയുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പൊ ഏതൊക്കെ രണ്ട് ശാസ്ത്രജ്ഞരാണ്? റോസൽ ഫ്രാങ്ക്ലിൻ, മൗറിസ് വിൽക്കിൻസ്. അവരാണ് എക്സ്റേ പഠനങ്ങൾ അവർ നടത്തി. നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി, എക്സ്റേ പഠനം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് DNAയുടെ ഘടന ആർക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇനി ഇതിലെ റോസലിൻ ഫ്രാങ്ക്ലിൻ ആണ് എന്ത് ചെയ്തത്? DNAയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങൾ എടുത്തു. അതിനെ ഫോട്ടോ 51 എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതിന്റെ സഹായത്തോടു കൂടിയാണ് DNAയുടെ ചുറ്റുഗോവണിക മാതൃക ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ അത് വിവരിക്കുന്നത് അല്ലെ. അങ്ങനെ 1962 ഈ DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് ഇവർക്ക് ഈ 3 വ്യക്തികൾക്കാർക്കാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, അതുപോലെ മൗറിസ് വിൽക്കിൻസ്. ഈ 3 ശാസ്ത്രജ്ഞർക്ക് എന്ത് ലഭിച്ചു? നൊബേൽ സമ്മാനം ലഭിച്ചു അല്ലെ. ഏതിനാണ്? മെഡിസിനൽ നൊബേൽ സമ്മാനം ലഭിച്ചത് 1962. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത ഡബിൾ ഹെലിക്സ് മോഡൽ ചുറ്റുഗോവണി മാതൃക പ്രസന്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചത് ആരാണെന്ന് മനസ്സിലാക്കുക. ഏത് വർഷം? പിന്നെ പഠിച്ച എന്താണ്? ഏതൊക്കെ ശാസ്ത്രം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചുറ്റുഗോവണി മാതൃക പ്രസന്റ് ചെയ്തത്? ഏതൊക്കെ ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി അല്ലെ. പിന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ കാര്യം പഠിച്ചു. എക്സ്റേ പഠനങ്ങൾ നടത്തിയത് ആരാണ്? അവരെന്ത് കണ്ടെത്തി? ഏത് കണ്ടെത്തലിലൂടെയാണ് ഇവിടെ DNAയുടെ ഘടന അവതരിപ്പിക്കാൻ വേണ്ടി അവർ സഹായിച്ചത്? ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലാക്കുക. ആ ശാസ്ത്രത്തിന്റെ പേരുകൾ ഓർത്തു വയ്ക്കാം. എന്ത് കണ്ടെത്തലുകളാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ കണ്ടെത്തിയെന്ന് കൂടെ ഓർത്തു വയ്ക്കും. ഇത്രയും കാര്യങ്ങൾ മക്കളെ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പൊ ഇത് എളുപ്പമാണല്ലോ, മനസ്സിലായല്ലോ അല്ലെ. പിന്നെ നമ്മൾ ഇനി DNAയുടെ സ്ട്രക്ചർ പഠിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ DNA അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ്, DNAയുടെ കണ്ടെത്തൽ എങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച ശാസ്ത്രജ്ഞനെ കുറിച്ചൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് DNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഘടനയെ കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ പടം മനസ്സിലാക്കുക. എന്നിട്ട് ആ പടത്തിലൂടെ നമുക്ക് അതിന്റെ സ്ട്രക്ചറിന്റെ ഘടന മനസ്സിലാക്കാം. അപ്പൊ നോക്കിയേ മക്കളെ, ഒന്നാമത് പഠിക്കേണ്ട പോയിന്റ് DNAയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയെ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്? DNAക്ക് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ, ഹെലിക്കൽ സ്ട്രക്ചർ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അല്ലെങ്കിൽ ചുറ്റുഗോവണി മാതൃകയാണ് DNAക്ക് ഉള്ളത് മനസ്സിലാക്കാം അല്ലെ. DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡലിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് ചുറ്റുഗോവണിക മാതൃക എന്ന് അറിയപ്പെടുന്നു. ഇനി അവിടെ പറയുമ്പോൾ ഒരു DNA എന്ന് പറയുന്നത് ഒരു ഗോവണി മാതൃകയിലാണ് കാണുന്നത്, ചുറ്റുഗോവണിയുടെ മാതൃകയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന് ഭാഗങ്ങൾ, 2 വശങ്ങളാണ് അല്ലെ, 2 വശങ്ങൾ. അതുപോലെ DNAയുടെ ഈ 2 വശങ്ങൾ എന്താണ് ഉണ്ടാക്കിയിട്ട് സ്ട്രാൻഡുകൾ എന്നാണ് അറിയുന്നത്. DNA 2 സ്ട്രാൻഡുകൾ കാണപ്പെടുന്നു. ഇനി DNAയുടെ സ്ട്രാൻഡുകൾ ഉണ്ടായിരിക്കുന്നത്, DNA സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് DNA എന്ന് പറയുന്നത് ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന DNA ഉണ്ടായിരിക്കുന്നത്. അപ്പൊ DNA എന്ന് പറയുന്നത് ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇതൊരു DNAയുടെ സ്ട്രക്ചർ ആണ്. ഇത് ചുറ്റുഗോവണിക മാതൃക ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന് നമ്മൾ കുറച്ച് വലുതാക്കി വരച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയ ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇഷ്ടികകൾ അടുക്കി വെച്ചാണ് വീട് നിർമ്മിക്കുന്നത് അല്ലെ. ഇഷ്ടികകൾ അടുക്കി വീട് നിർമ്മിക്കുന്നത് പോലെ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചാണ് എന്ത് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ DNA ഡബിൾ ഹെലികൽ സ്ട്രക്ചറിൽ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണെന്ന് മനസ്സിലാക്കുക. ഇനി ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് കിട്ടിയ ഐഡിയ. മനസ്സിലായോ? അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് മനസ്സിലായി അല്ലെ. ഇനി ന്യൂക്ലിയോടൈഡുകൾ വെറുതെ പറക്കി അടുക്കി വെച്ചിരിക്കുകയാണോ? വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇഷ്ടിക ചുമ്മാ പറക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അല്ല, അതിന്റെ ഇടയിൽ സിമെന്റ് ഒക്കെ തേച്ച് വെക്കുന്നത് അല്ലെ. അതുപോലെ ന്യൂക്ലിയോടൈഡുകൾക്കിടയിൽ ഈ ന്യൂക്ലിയോടൈഡുകൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൽ എന്ത് കാണപ്പെടുന്നത്? ധാരാളം മറ്റു കാര്യങ്ങൾ കാണപ്പെടുന്നത്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായെന്ന് നോക്കാം. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരു ഷുഗർ മോളിക്യൂൾ കാണും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും കാണും. എന്തൊക്കെ പോയിന്റ് കിട്ടി നോക്കാം? ന്യൂക്ലിയോടൈഡില് ഒരു ഷുഗർ മോളിക്യൂളും കാണും, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും കാണും. നോക്കിയേ, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഇതാണ് ഷുഗർ മോളിക്യൂൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു ഷുഗർ മോളിക്യൂൾ ആണ്. ഇനി DNA ആണ്, ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA-യിലുള്ളത്. എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA എന്ന് പറയുന്നത്.
അപ്പൊ ഷുഗർ മോളിക്യൂൾ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഇതിനുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ്? ഈ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് 5 കാർബൺ ആറ്റം ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ ആണ്. നോക്കൂ, ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 അങ്ങനെ 5 കാർബൺ ആറ്റം ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ ആണ് DNA ഉള്ളത്. അപ്പൊ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് 5 ഷുഗർ മോളിക്യൂൾ ആണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് ഒരു 5 ഷുഗർ മോളിക്യൂൾ ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ 5 ഷുഗർ അല്ല 5 കാർബൺ മോളിക്യൂൾ അല്ലെ. ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് 5 കാർബൺ ഷുഗർ ആണ്. 5 കാർബൺ ഷുഗർ ആണ്. ഇതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട്? ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഇതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഷുഗർ. ആ ഡിയോക്സി റൈബോസ് ഷുഗറിനോട് ചേർന്ന് എന്തുണ്ട്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ഉണ്ട്. അപ്പൊ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഡിയോക്സി റൈബോസ് ഷുഗറും കൂടെ ബോണ്ട് ഫോം ചെയ്താണ് ആരുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ന്യൂക്ലിയോടൈഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഡിയോക്സി റൈബോസ് ഷുഗറും അല്ലെങ്കിൽ എന്താണ് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. മനസ്സിലായോ? അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഈ ഷുഗർ മോളിക്യൂളും എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക്സ് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ഞാൻ പറഞ്ഞു ഇതും ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതും ഒരു ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോണ്ടുകളുണ്ട് അല്ലെ. ഈ ബോണ്ടുകളെ ലിങ്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഏതൊക്കെ ബോണ്ടാണ്? ആരൊക്കെ ചേർന്നുണ്ടാകുന്ന ബോണ്ടാണ്? ഷുഗർ മോളിക്യൂളും അതുപോലെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നുണ്ടാക്കുന്ന ബോണ്ടുകൾ കൊണ്ടാണ് ഈ ന്യൂക്ലിയോടൈഡുകളെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ന്യൂക്ലിയോടൈഡുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് ബൈ ദി ബോണ്ട് ഫോർമേഷൻ ഓഫ് ദി ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. മനസ്സിലായി? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ എന്തിനു പങ്കെടുക്കുന്നു? ബോണ്ട് ഫോർമേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതാണ് ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. മക്കളെ മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ്? ഒരു DNA മോളിക്യൂളിന്റെ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ചുറ്റുഗോവണി മാതൃകയാണെന്ന് പറഞ്ഞു. ഇനി ഓരോ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണെന്ന് പറഞ്ഞു. ഇപ്പൊ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നതാണ് DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു. നമ്മൾ വീട് നിർമ്മിക്കുന്ന ഇഷ്ടികയെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ ഇഷ്ടികകൾ എപ്രകാരം അടുക്കി വെച്ചു? അപ്പൊ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബോണ്ടുകൾ ചേർന്നാണ്. അപ്പൊ ആ ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്. അപ്പൊ ഇതാണ് ഷുഗർ മോളിക്യൂൾ, ഇതൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഈ ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നാണ് അടുത്തൊരു ന്യൂക്ലിയോടൈഡ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഇതൊരു ഷുഗർ മോളിക്യൂൾ ആണ്, ഇതൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്. ഈ ഷുഗർ മോളിക്യൂളും ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടെ ലിങ്ക് ചെയ്താണ് അടുത്തൊരു ന്യൂക്ലിയോടൈഡിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയ മക്കളെ? ഇത്തരത്തിൽ ജോയിൻ ചെയ്താണ് ഈ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കാണപ്പെടുന്നത്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡില് ഇത്തരത്തിലാണ് ഈ സ്ട്രാൻഡ്സ് കാണപ്പെടുന്നത്. ന്യൂക്ലിയോടൈഡിന്റെ 2 സ്ട്രാൻഡുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഈ സ്ട്രാൻഡ്സ് ആർ ഫോംഡ് ഓഫ് കമ്പോസ്ഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അപ്പൊ കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ DNA സ്ട്രാൻഡ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ മോളിക്യൂൾ ചേർന്നാണ്? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഇനി അടുത്ത പഠിച്ചത് ഈ ഷുഗർ എന്ന് പറയുന്നത് DNA ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഷുഗർ ആണ്? ഒരു 5 കാർബൺ ഷുഗർ ആണ്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കിയ അടുത്ത പോയിന്റ്, ഇതെന്ന് പറയുന്നത് ഒരു 5 കാർബൺ ഉള്ള ഒരു ഷുഗർ ആണ്. ഇപ്പൊ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് ഒരു 5 കാർബൺ ഷുഗർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. മക്കൾ കിട്ടിയോ? ഇത്രയും കാര്യം കിട്ടിയോ? ഇനി അടുത്ത എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറഞ്ഞല്ലേ ഇഷ്ടികൾക്കിടയിൽ സിമെന്റ് ഒക്കെ പൂശി അടിക്കുകയാണ് വീട് നിർമ്മിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന ഈ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളിൽ ഇടയ്ക്ക് എന്തുണ്ട്? നൈട്രജൻ ബേസുകൾ ഉണ്ട് അല്ലെ. നമുക്ക് ഒരു ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഒരു നൈട്രജൻ ബേസ്. ഇതിനാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഇപ്പുറം എന്താ? ഇത് ഇവന്റെ ഒരു നൈട്രജൻ ബേസ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്സ് ആണ്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നൈട്രജൻ അടങ്ങുന്ന ആൽക്കലൈൻ കോമ്പൗണ്ട്സുകളാണ് നൈട്രജൻ ബേസ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾസിന് ഇടയ്ക്ക് ലിങ്ക് ചെയ്ത് ആര് കാണപ്പെടുന്നു? നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നു. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞു DNA ഒരു ചുറ്റുഗോവണി മാതൃകയാണെന്ന് പറഞ്ഞു അല്ലെ. DNA ഈ മാതൃകയില് നമ്മൾ നോക്കാം, ഈ ഗോവണിയിലെ പടികൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, റങ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് പറഞ്ഞു. അപ്പൊ നമ്മൾ 2 സ്ട്രാൻഡ് എന്ന് പറഞ്ഞു. ആ സ്ട്രാൻഡ് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ പടികളായിട്ട് കാണപ്പെടുന്ന എന്താണ്? നൈട്രജൻ ബേസ് ആണ്. അതാണ് മക്കളെ നമ്മൾ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സ്ട്രാൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ്. ഇത് ഷുഗർ മോളിക്യൂൾ, ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് 5 കാർബൺ ഷുഗർ ആണ്, ഡിയോക്സി റൈബോസ് ആണ്. ഇനി ഈ ഷുഗർ മോളിക്യൂൾ ഫോസ്ഫേറ്റ് മോളിക്യൂളിന് ചേർന്നാണ് ബോണ്ട് ഫോം ചെയ്ത ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആരാണ്? ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളുകളാണ്. മനസ്സിലായോ? ഷുഗർ who participate in the formation of
who participate in the bond formation that links the nucleotides together എന്ന് ചോദിച്ചാൽ ഏതാണ് ആരൊക്കെയാണ് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും കിട്ടിയോ മക്കളെ മനസ്സിലായോ ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കിയിരുന്നത് ഈ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക് ചെയ്ത് ആര് കാണപ്പെടുന്നത് നൈട്രജൻ ബേസിൽ കാണപ്പെടുന്നത് അല്ലേ നൈട്രജൻ ബേസുകൾ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത് മനസ്സിലായോ ഇത്രയും കിട്ടിയോ ഇനി മനസ്സിലാക്കേണ്ടത് നൈട്രജൻ ബേസുകളെ കുറിച്ചാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് എന്താണ് നൈട്രജൻ ബേസിന് നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്സ് ആണ് നൈട്രജൻ അടങ്ങുന്ന ആൽക്കലൈൻ കോമ്പൗണ്ട്സിനെയാണ് നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് ഇത്രയും കിട്ടിയോ മക്കളെ അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒരു ന്യൂക്ലിയോടൈഡ് അല്ലെ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പഠിച്ചപ്പോൾ പഠിച്ചു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പറയുന്നത് ആരാണ് നൈട്രജൻ സോറി ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ് ഇനി ഒരു ന്യൂക്ലിയോടൈഡ് which nucleotide is composed of ഓരോ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് നോക്കൂ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് ആണ് ഇതെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ കാണപ്പെടുന്നത് ഒരു ഷുഗർ മോളിക്യൂൾ കാണപ്പെടുന്നു അല്ലെ അതുപോലെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണപ്പെടുന്നു പിന്നെ ഇതെന്താണ് നൈട്രജൻ ബേസുകൾ നമ്മൾ പറഞ്ഞു ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ് തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബോണ്ട് ഫോം ചെയ്താണ് തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് പിന്നെ മനസ്സിലാക്കി എന്താണ് ഇവിടെ ഓരോ ഷുഗർ ന്യൂക്ലിയോടൈഡിൽ നമ്മൾ നോക്കിയിരുന്നത് നൈട്രജൻ ബേസ് കാണപ്പെടുന്നു അപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ കാണപ്പെടുന്നു ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു ഡിയോക്സിറൈബോ ഷുഗർ അല്ലെ പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പിന്നെ ഒരു നൈട്രജൻ ബേസുമാണ് കാണപ്പെടുന്നത് മനസ്സിലായോ ഇത്രയും ചേർന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് മനസ്സിലാക്കാം ഇനി പ്രധാനമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ നൈട്രജൻ ബേസുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നോക്കാം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായും നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് കാര്യം കിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ് ഇതൊരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ചുറ്റുകോണ മാതൃകയ്ക്ക് റങ്സ് അല്ലെങ്കിൽ പടികൾ കാണപ്പെടുന്നു ഈ പടികളില് എന്ത് കാണപ്പെടുന്നത് പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ പെയർ ചെയ്താണ് മനസ്സിലാക്കി ഇവിടെ നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞു നൈട്രജൻ ബേസ് എങ്ങനെയാണ് ഒരു നൈട്രജൻ ബേസ് ആണ് കാണുന്നല്ലേ നൈട്രജൻ ബേസ് ഇതൊരു സ്ട്രാൻഡ് ആണ് അപ്പം ഈ നൈട്രജൻ ബേസുകൾ ജോയിൻ ചെയ്താണ് ഇതൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ നൈട്രജൻ ബേസ് പെയർ ചെയ്താണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെ നൈട്രജൻ ബേസുകളാണ് നമുക്ക് നോക്കാം ജിയും സിയും എയും ടിയും സി ജി ഇങ്ങനെയാണ് കാണുന്നത് അല്ലെ അപ്പൊ എന്തൊക്കെയാണ് നൈട്രജൻ ബേസുകൾ നോക്കാം നൈട്രജൻ ബേസുകൾ എ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എ എന്ന് പറയുന്നത് അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എ എന്ന് പറയുന്നത് അഡിനിൻ ആണ് നോക്കാം നൈട്രജൻ ബേസ് എ അഡിനിൻ ആണ് അപ്പൊ നമ്മൾ സ്ട്രക്ചർ മനസ്സിലായല്ലോ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പൊ നമുക്ക് ഇനി നൈട്രജൻ ബേസുകൾ ഏതൊക്കെ നൈട്രജൻ ബേസ് ഏതുമായിട്ട് ജോയിൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്ത് നമ്മൾ നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ എന്താണ് DNA സ്ട്രക്ചർ ക്ലിയർ ഇത്രയും പോർഷൻ ക്ലിയർ ആയോ ഇത്രയും മനസ്സിലായോ ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് നൈട്രജൻ ബേസുകൾ കൂടെ പഠിച്ചു നോക്കിയാലോ അപ്പൊ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി ഇവിടെ പടത്തിൽ നമുക്ക് മനസ്സിലാക്കി നമ്മൾ എ എന്നും ജി എന്നും സി എന്നും ടി എന്നും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ എന്താണ് അതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ ന്യൂക്ലിയോടൈഡുകൾ പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഇടയിൽ അവിടെ എന്തുണ്ട് നൈട്രജൻ ബേസുകളാണെന്ന് പറഞ്ഞല്ലേ അപ്പൊ നൈട്രജൻ ബേസുകളാണ് നമ്മളിപ്പോ ഇവിടെ ചുറ്റുകോണി മാതൃക എന്ന് പറഞ്ഞപ്പോ അവിടെ ആ പടികൾ അല്ലെ റൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കമ്പയർ ചെയ്തിട്ട് പെയർ ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കി അല്ലെ അപ്പൊ ഇവിടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കാൻ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡില് കാണപ്പെടുന്നതാണ് ന്യൂക്ലിയോടൈഡ് നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ഡിഎൻഎക്കുള്ളിൽ ന്യൂക്ലിയോടൈഡ്സിൽ കാണപ്പെടുന്നതാണ് നൈട്രജൻ ബേസുകൾ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് എ എന്ന് പറഞ്ഞാൽ അഡിനിൻ എന്നാണ് അപ്പൊ നോക്കിയാൽ എന്റെ കൂടെ പറഞ്ഞേ എ എന്ന് പറയുന്നത് അഡിനിൻ ആണ് ഇനി ടി എന്ന് പറയുന്നത് എന്താണ് തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആണ് ടി എന്ന് പറയുന്നത് തൈമിൻ നൈട്രജൻ ബേസ് ആണ് ഇനി ജി എന്ന് പറയുന്നത് ഗ്വാനിനും സി എന്ന് പറയുന്നത് സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസുകൾ അപ്പൊ ഏതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ പറഞ്ഞേ ഏതൊക്കെയാണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അപ്പൊ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് മനസ്സിലാക്കിയേ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ 4 നൈട്രജൻ ബേസുകളാണ് അവിടെ മനസ്സിലാക്കിയത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നൈട്രജൻ ബേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം അഡിനിൻ എന്ന് പറയുന്നത് എപ്പോഴും ഏതുമായിട്ടാണ് പെയർ ചെയ്തത് അഡിനിൻ എന്ന് പറയുന്നത് തൈമിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും എന്താണ് ബോണ്ടുകൾ ഉണ്ടായിട്ടാണ് അവർ തമ്മിൽ പെയർ ചെയ്യുന്നത് മനസ്സിലായി ഇവിടെ ബോണ്ട് ഫോർമേഷൻ ഉണ്ട് അപ്പൊ അഡിനിൻ തൈമിനുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ലിങ്കേജ് ആണ് ഉള്ളത് ഇനി ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടുമാണ് എപ്പോഴും പെയർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ നൈട്രജൻ ബേസുകളിൽ എടുക്കുകയാണെങ്കിൽ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും അതുപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് നോക്കാം നിങ്ങൾ പടത്തിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും
അവിടെ നോക്കുക, ഇനി നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, അഡിനിൻ എന്ന് പറയുന്ന തൈമിനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായി പെയർ ചെയ്യുമ്പോൾ ഒരു ട്രിപ്പിൾ ബോണ്ടുമാണ് കാണാൻ സാധിക്കുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെ മക്കൾ മനസ്സിലായത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ബേസുകളാണ്. ഇനി നൈട്രജൻ ബേസുകളുടെ പ്രധാന പ്രത്യേകത എന്താണ്? അവ പെയർ ചെയ്യുമ്പോൾ അഡിനിൻ എപ്പോഴും തൈമിനോടെയും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടുമാണ് പെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് DNA സ്ട്രക്ചർ, ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്ര മനസ്സിലായോ? ഇത്രയും സെറ്റ് ആയാലോ? അപ്പൊ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയണോ? ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് മനസ്സിലാക്കി പോയാലോ? അപ്പൊ ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. നമ്മുടെ സ്ട്രക്ചർ ഓഫ് DNA ആണ് അല്ലെ, DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് മനസ്സിലാക്കിയത്. ഇവിടെ ചുറ്റുഗോമണി മാതൃകയാണ് DNA ഉള്ളതെന്ന് മനസ്സിലാക്കി. അവിടെ നമ്മൾ മനസ്സിലാക്കിയ DNA സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ ഇഴകൾ എന്ന് പറയുന്നത് എന്ത് ചേർന്നുണ്ടായിരിക്കുന്നത്? പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്ന് അല്ലെങ്കിൽ പഞ്ചസാര ഫോസ്ഫേറ്റുകൾ ചേർന്നാണ് ഇഴകൾ അല്ലെങ്കിൽ സ്ട്രാൻഡ്സ് ഉണ്ടായിരിക്കുന്നത്. സ്ട്രാൻഡ്സിന് രണ്ട് ഭാഗങ്ങൾ എന്താണ്? സ്ട്രാൻഡ്സ് ആണ്. അത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു DNA എന്ന് പറയുമ്പോഴത്തേക്കും അത് ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കി അല്ലെ. ഈ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എങ്ങനെ ഏതൊക്കെ ചേർന്നായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഇഴകൾ എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ DNA സ്ട്രാൻഡ്സ് അതിൽ ഏതിൽ വരുന്നതാണ്? ആ ന്യൂക്ലിയോടൈഡിൽ കൂടെ വരുന്നതാണ് അല്ലെ. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയോടൈഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ മോളിക്യൂൾ ആണ്. അപ്പൊ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് അതൊരു 5 കാർബൺ ഷുഗർ ആണെന്ന് മനസ്സിലായ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഷുഗർ ആണ്. ഇനി മനസ്സിലാക്കിയത് എന്താണ്? അതിൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടെന്ന്. ഷുഗറും ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇവ രണ്ടും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ് അല്ല, അവയ്ക്കിടയിൽ എന്തുണ്ട്? നൈട്രജൻ ബേസുകളുണ്ട്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയോടൈഡില് എന്താണ്? ഈ പറഞ്ഞ ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നൈട്രജൻ ബേസുകൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യം ചെയ്താണ് DNA സ്ട്രക്ചർ വർദ്ധിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് എത്ര നൈട്രജൻ ബേസുകളുണ്ട്? 4 നൈട്രജൻ ബേസുകളുണ്ട്. അതായത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി പഠിച്ചത് എന്താണ്? ഇവിടെ 4 നൈട്രജൻ ബേസുകളുണ്ട്. 4 നൈട്രജൻ ബേസ് തോന്നിയതുപോലെയല്ല പെയർ ചെയ്യുന്നത് അല്ലെ. ഓരോന്നോട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. അവിടെ മനസ്സിലാക്കുക, അഡിന് എപ്പോഴും തൈമിനോടുകൂടിയും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. ഇനി അവിടെ അഡിനും തൈമിനായിട്ട് പെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ടിലൂടെയാണ് പെയർ ചെയ്യുന്നത്. ഈ ഗ്വാനിൻ സൈറ്റോസിനെ പെയർ ചെയ്യുമ്പോഴോ ഒരു ട്രിപ്പിൾ ബോണ്ടിലൂടെയാണ് പെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യം സെറ്റ് ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കേ, താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ ചുറ്റുകോണിയുടെ മാതൃക പഠിച്ചു. അപ്പൊ നമുക്ക് ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പറയാൻ പറ്റും നോക്കാം. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു അല്ലെ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ രൂപീകരണത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യുന്നതിന് ന്യൂക്ലിയോടൈഡ്സ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോണ്ടുകൾ ഫോം ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റ് മോളിക്യൂൾ. മനസ്സിലായി? അപ്പൊ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ട് ഫോർമേഷൻ that links the nucleotides together. അത് ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്യുന്നു. ഇനി വർക്ക്ഷീറ്റ് നോക്കിയാൽ എങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും, പറയാൻ പറ്റും നോക്കിയേ. ഒന്ന്, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആൻഡ് DNA. DNA എത്ര സ്ട്രാൻഡ്സ് ഉള്ളത്? 2 സ്ട്രാൻഡ് അല്ലെ. DNA സ്ട്രാൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ചേർന്നാണ്? ഒരു ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നാണ്. ഇനി ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് എങ്ങനത്തെ ഷുഗർ മോളിക്യൂൾ ആണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് അല്ലെ. ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഷുഗർ ആണ്? എത്ര കാർബൺ ഷുഗർ ആണ്? 5 കാർബൺ ഷുഗർ ആണ്. ഇനി ഫോസ്ഫേറ്റ് മോളിക്യൂളെ കുറിച്ച് പഠിച്ചു. അടുത്ത മനസ്സിലാക്കിയത് മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. അതാ പഠിച്ചത്. എന്താണ് സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മോളിക്യൂൾസ് ആണ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അടുത്ത മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. റങ്സ് എന്ന് പറയുന്നത് പടികൾ. DNA ചുറ്റുകോമണി മാതൃക എന്ന് പറഞ്ഞാൽ അവിടെ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പടികൾ ഉണ്ടായിരിക്കുന്നത് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ്. അപ്പൊ മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരാ വരേണ്ടത്? ഏത് മോളിക്യൂൾസ് ആണ് റങ്സ് ഫോം ചെയ്യുന്നത്? നൈട്രജൻ ബേസുകൾ അല്ലെ. നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്സുകളെയാണ് നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. ആൽക്കലൈൻ കോമ്പൗണ്ട്സ് അടങ്ങിയ നൈട്രജൻ ബേസുകളാണ് ഇവിടെ പടികളായിട്ട് കാണപ്പെടുന്നത്, റങ്സ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസുകൾ. ഏതൊക്കെ നൈട്രജൻ ബേസുകളെ കുറിച്ച് പഠിച്ചു? അഡിനിൻ അല്ലെ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ 4 നൈട്രജൻ ബേസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചത് അല്ലെ. ഇവിടെ ഇതില് നമ്മൾ പഠിച്ചു അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി റങ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസുകൾ പെയർ ചെയ്താണ് പടികൾ അല്ലെങ്കിൽ റങ്സ് ഉണ്ടാകുന്നത് പഠിച്ചു. ഇനി നമ്മൾ നൈട്രജൻ ബേസുകളുടെ മോഡ് പെയർ ചെയ്യുന്ന ഏത് മോഡിലാണ്?
മോഡ് ഓഫ് നൈറ്റ് ആൻഡ് ഡേയ്സ് പെയർ. എങ്ങനെയാണ് നൈറ്റ് ആൻഡ് ഡേയ്സ് പെയർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അഡിനിൻ എപ്പോഴും തൈമിനോടെയും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഇനി അഡിനിൻ തൈമിനും ഒരു ഡബിൾ ബോണ്ട് വഴിയാണ് പെയർ ചെയ്യുന്നത്. എന്നാൽ ഗ്വാനിൻ സൈറ്റോസിനും ഒരു ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് പെയർ ചെയ്യുന്നത്. ഇനി മോളിക്യൂൾസിലെ ന്യൂക്ലിയോടൈഡ് മോളിക്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ മോളിക്യൂൾ ഉണ്ട് ന്യൂക്ലിയോടൈഡ്സിൽ? ഒരു ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പഠിച്ചു അല്ലെ. ഇനി അതിന് എന്തൊക്കെ ചേരുന്ന ന്യൂക്ലിയോടൈഡ് ഉണ്ടായിരുന്നു? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസുകൾ. ഇത്രയും ചേർന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. DNA സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചർ ഓഫ് DNA ന്റെ ഘടനയെ കുറിച്ച് മനസ്സിലായി. അപ്പൊ ക്ലിയർ ആയല്ലോ ഇത്രയും പോർഷൻസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞത് അല്ലെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ട ഇത്രയും പോർഷൻസ് സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായും ഇത്രയും പോയിന്റ്സുകൾ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കാം. അപ്പൊ ഇതിലെ ബാക്കി പോർഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.